നമ്മൾ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സ്വപ്നമല്ല ശരിക്ക് ഇവിടെ റിയലായിട്ട് വന്ന് ചാടുമ്പോൾ. ഞാൻ ഇവിടുന്ന് ക്യാൻസൽ അടിച്ചിട്ട് പോകുമ്പോൾ വെറും നാട്ടിൽ 5000 റുപ്യായിട്ടാണ് ഞാൻ പോണത്. അത് തീർന്ന് പിന്നെ അവർ കുറച്ച് എന്താ പറയുക ഒരു 1000 റുപ്യായിട്ട് ഒരു മാസം പോയി നന്നമാതിരി പോയിട്ട് അങ്ങനെ ഇതായിട്ട് പിന്നെ നേരെ പണിക്ക് കയറി പല പരിപാടി വീഡിയോഗ്രാഫറായിട്ടും അവിടെ ലൈറ്റ് ബോയ് ആയിട്ടും അങ്ങനെ ഒരുപാട് പണികൾ ബസ്സിലെ കണ്ടക്ടറായിട്ടും ക്ലീനറായിട്ടും ഈ തിരിച്ച് വരുന്ന തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എന്നിട്ട് വീണ്ടും കയറി വന്നു. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ കൂടുമ്പോഴാണ് പ്രയാസങ്ങൾ കൂടുന്നുള്ളൂ. സ്വപ്നങ്ങൾ കുറയ്ക്കുന്നതിനനുസരിച്ച് പ്രയാസങ്ങൾ കുറയുന്നതാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അധികം സ്വപ്നങ്ങൾ കാണില്ല. ആ വരുന്നത് എന്താണോ അതിനെ ഇങ്ങനെ തള്ളിങ്ങാണ്ട് ഇങ്ങനെ നീന്തി പോക്കാണ്. കാരണം നമ്മൾ ഒറ്റക്ക് നീന്തിയാൽ തന്നെ കഴിച്ചിലാവുള്ളൂ. ഒരാൾക്ക് തന്നാലോ കൊടുത്താലോ തീരൂല. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് നമ്മളെ മാതിരി കണ്ടോളി, നമ്മളെ മാതിരി ആയിക്കോളി എന്ന് പറയാം. ഇന്നാ വല്ലാതെ കേടില്ലാതെ കുട്ടികളെ കിട്ടുമല്ലോ എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലോ. ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ഇതേമാതിരി കാണുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഇതേമാതിരി ഞങ്ങൾ ഉപ്പച്ചയോട് കൊടുക്കാനൊക്കെ പറയും. ഭയങ്കര സന്തോഷമാണ്. ഓരോ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളിത് കരുത്തുപ്പക്കളാണ്. മോളുടെ ഹീറോ ആരാ ലൈഫില്? ഉപ്പച്ചിയാണോ? ഇപ്പച്ചിയാണ് എന്റെ ഹീറോസ് എന്ന് പറയാ. കാര്യല്ല, അവൾ എന്റെ പേര് ഉപ്പാന്ന് പറഞ്ഞാൽ തന്നെ ഓള് കാര്യം. അതാ വലിയ പ്രശ്നം. അല്ല അത് പ്രശ്നമില്ല. നിങ്ങളുടെ വരുമാനമാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതെ അതെ. നമ്മള് ഇപ്പൊ പരസ്യം എന്ന് പറയുന്നത് അത് നിങ്ങളെ പേജ് ത്രൂ പ്രൊമോഷൻ പോകുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ തന്നെ വരുമാനമാണ്. അത് നമ്മൾ ആദ്യം നിശ്ചയിച്ച് വെച്ചാണ് പകുതി എനിക്കും പകുതി അവർക്കും, നമ്മളെ ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്നുള്ള ലെവലിൽ. അപ്പൊ ഈ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇത് കുടുംബം കൂടി ഉള്ളതാണല്ലോ. അപ്പൊ കുടുംബം ഇതിനൊരു അനുകൂലമായിട്ടുള്ള നിലപാട്. ആദ്യമൊക്കെ വലിയ ഇതായിരുന്നു. പിന്നെ ആളുകളെ അവരും കേൾക്കണം കാണും കണ്ടപ്പോൾ അവരും പിന്നെ ഇതിക്ക് ഓട്ടോമാറ്റിക് ഇപ്പൊ ഇവരൊക്കെ ആയാലും ഇവരും ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും കളിക്കാൻ ഇവർക്ക് കൊടുന്നു കൊടുത്താൽ ഇവരെന്നെ പറയും ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഇവരെന്നെ നമ്മളോട് ചോദിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. യുഎയിലുള്ള മുഴുവൻ മലയാളികൾക്ക് ഒരുപക്ഷെ അറിയാം ആരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി എന്നുള്ളത്. അതെ, ഹമീദ് കുട്ടൂർ. സ്വാഗതം. ഹമീദ് കുട്ടൂർ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു 15 കാലത്തെ പ്രവാസ ജീവിതം അല്ലേ? എനിക്കൊന്നൊരു 11 വർഷം ആവുന്നു. എങ്ങനെ പോകുന്നു പ്രവാസം? എന്താണ് ഹമീദ് കുട്ടൂറിനെ സംബന്ധിച്ച് എന്താണ് പ്രവാസം? നമ്മൾ ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള സ്വപ്നമല്ല ശരിക്ക് ഇവിടെ റിയലായിട്ട് വന്ന് ചാടുമ്പോൾ. പിന്നെ ആ റിയലിൻ്റെ ഒപ്പാണ്ട് പോക്കാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളെ പോലെയും ഒരു സാധാരണ മലയാളികളെ പോലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രവാസികളെ പോലെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിതം കരുപിടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെ ആയിരിക്കും നമ്മൾ യുഎയിലേക്ക് കടൽ കടന്നെത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അത് വരുന്നു, പിന്നീട് ഈ ജീവിതം തന്നെ മതിയാക്കി അല്ലെങ്കിൽ ഇനി പ്രവാസത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്നത്. എന്താണ് തിരിച്ചു വരാൻ അല്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന ഘടകം എന്താണ്? ഇവിടെ ഒരു ഘടകം എന്ന് പറഞ്ഞാല് ഒരു മനസ്സമാധാനം ശരിക്കുണ്ട് എന്നറിയാം. കാരണം നാട്ടിലാകുമ്പോൾ പല പ്രശ്നങ്ങളാണ്, 4 സൈഡിൽ നിന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്നാലും ഒക്കെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരെ വെച്ച് അവിടെ നിന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രധാനമായിട്ടും പൈസയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അതാണ് അവിടെ പൈസ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ അടിപൊളിയായിട്ട് നടക്കും. അതാണ് മെയിനായിട്ട്. കാരണം ഞാൻ ഇവിടുന്ന് ക്യാൻസൽ അടിച്ചിട്ട് പോകുമ്പോൾ വെറും നാട്ടിൽ 5000 റുപ്യായിട്ടാണ് ഞാൻ പോണത്. പിന്നെ അവിടെ 5000 റുപ്യ ഏകദേശം 2 മാസത്തോളം അവിടെ ഇങ്ങനെ കറങ്ങി. പിന്നൊക്കെ തോന്നി നടക്കൂല. കാരണം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് പോണത് തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ 5000 റുപ്യ പെട്ടെന്ന് തീരുമല്ലോ. അത് തീർന്ന് പിന്നെ കുറച്ച് എന്താ പറയുക ഒരു 1000 റുപ്യായിട്ട് ഒരു മാസം പോയി നന്നമാതിരി പോയിട്ട് അങ്ങനെ ഇതായിട്ട് പിന്നെ നേരെ പണിക്ക് കയറി പല പരിപാടി വീഡിയോഗ്രാഫറായിട്ടും അവിടെ ലൈറ്റ് ബോയ് ആയിട്ടും അങ്ങനെ ഒരുപാട് പണികൾ ബസ്സിലെ കണ്ടക്ടറായിട്ടും ക്ലീനറായിട്ടും ഒക്കെ ഒരുപാട് ജോലി ചെയ്ത് പിന്നൊക്കെ തോന്നി എന്തായാലും ഈ തിരിച്ച് വരുന്ന തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എന്നിട്ട് വീണ്ടും കയറി വന്നു. നമ്മൾ ഈ പ്രവാസത്തോടെ എപ്പോഴും ചേർത്ത് വെച്ച് പറയുന്നൊരു സംഗതി പ്രയാസം, അതായത് പ്രവാസം ഈക്വൽ ടു പ്രയാസം എന്നുള്ളൊരു സാധനം പറയലുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് മനുഷ്യർ പർപ്പസ്ഫുള്ളി വരാൻ ഒരു ചാൻസും ഇല്ല അല്ലേ? ഞാൻ പ്രയാസത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് ആരും വരില്ല. ഇല്ല. അപ്പം
അത്തരം ഒരു 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 എങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രവാസ മിസ്സികളുടെ പ്രയാസം എന്ന് പറയുന്നതിനെ പറ്റി എന്താണ് ഹമീദ് കുട്ടൂരിൻ്റെ ഇത്ര കാലത്തെ ജീവിതാനുഭവത്തിൽ പറയാനുള്ളത്? പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ കൂടുമ്പോഴാണ് പ്രയാസങ്ങൾ കൂടുന്നുള്ളൂ. സ്വപ്നങ്ങൾ കുറക്കുന്നതിനനുസരിച്ച് പ്രയാസങ്ങൾ കുറയുന്നതാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ അധികം സ്വപ്നങ്ങൾ കാണില്ല. ആ വരുന്നത് എന്താണോ അതിനെങ്ങനെ തള്ളിങ്ങാണ്ട് ഇങ്ങനെ നീന്തി പോക്കാണ്. കാരണം നമ്മൾ ഒറ്റക്ക് നീന്തിയാൽ തന്നെ കഴിച്ചില്ലാവുള്ളൂ. ഒരാൾക്ക് തന്നാലോ കൊടുത്താലോ തീരൂല. അപ്പോൾ നമുക്ക് ഒറ്റക്ക് നീന്തിയിട്ട് നമ്മൾ ഒറ്റക്ക് കര കയറാനേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് അവൻ തരും എന്ന് വിചാരിച്ചില്ലെങ്കിൽ അവർ തരും എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മളെന്താണ് സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം. അതാണ് ഞാൻ പഠിച്ച പാഠം. പ്രവാസം അത്രത്തോളം ഒരു പ്രയാസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത്ര പ്രയാസകരമൊന്നുമല്ല. അതായത് ഫസ്റ്റ് വരുമ്പോഴുള്ള ഒരു പ്രയാസം, നാടിനെ വിട്ടേക്കുമ്പോഴുള്ള ഒരു പ്രയാസം 2 മാസത്തിനുണ്ടാവും. പിന്നെ അത് ഒരു രസമാണ്. അതായത് പിന്നെ നാട്ടിലുള്ള അതിങ്ങനെ നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് സ്വപ്നമായിട്ട് അത് നല്ലൊരു ഇൻട്രസ്റ്റാണ് നമുക്ക് വരിക. അതായത് ആ ഒരു ചെന്നിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ആയി. പിന്നെ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റുമ്പോൾ പിന്നെ ഇവിടുത്തെ ഒരാളായി. പിന്നെ ആ നാട്ടിലത്തെ വിട്ട് പിന്നെ ഇവിടുത്തെ ഇങ്ങനെ അന്നാന്ന് പിന്നെ ആളുകളായി, ഫ്രണ്ട്സായി, പിന്നെ അങ്ങനെയായിട്ട് പോകും. പക്ഷെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ വരുന്നത്, ഫസ്റ്റ് ഇപ്പോൾ നമ്മളൊരു കാർ വാഷിക്കാണ് വരുന്നത്, അവൻ്റെ കരിയർ പിന്നെ ആ റൂട്ടിലാണ് സഞ്ചരിക്കുള്ളൂ. ഇപ്പം ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് വന്ന് എൻ്റെ റൂട്ട് പിന്നെ അതിനോടനുബന്ധിച്ചിട്ടാണ്. അപ്പോൾ ചിലർ ഇപ്പം കൊണ്ടുവരുന്ന ആളുകളുണ്ടോ, അപ്പോൾ ഇപ്പം കൊടുത്തിട്ട് നല്ലൊരു ജോലിയിലാക്കുകയാണെങ്കിൽ അവൻ്റെ കരിയർ പിന്നെ ആ റൂട്ടിൽ കൂടിയാണ് പോകും. അപ്പോൾ പലർക്കും പല കാറ്റഗറി, ആരും ഇല്ലാത്തവർ വന്നിട്ട് കഷ്ടപ്പെടുന്നു. ഇപ്പം ഞാനൊക്കെ വരുമ്പോൾ അങ്ങനെ ആരും ഇതൊന്നുമില്ല. നമ്മൾ ഫസ്റ്റിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്ന് പെടുന്നു, നമ്മളെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ നീന്തി കയറുന്നു. പിന്നീട് നമ്മൾ വന്നിട്ട് 2008 ക്യാൻസൽ അടിച്ച് പോകുമ്പോൾ 2000 ദിർഹംസ് സാലറി വാങ്ങിയ ആൾ വീണ്ടും 2010 വരുമ്പോൾ 900-ന് വരുന്നു. പിന്നെ ഈ 900-ന് വന്ന ആൾ വീണ്ടും അവിടെ നിന്നിട്ട് കര കയറിയിട്ട് അവിടുന്ന് 10 കൊല്ലം ഒരേ കമ്പനിയിൽ ജോലി ചെയ്ത് പിന്നീട് അവിടുന്ന് പിന്നെ ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നി അവിടുന്ന് മാറുന്നു. ഞാൻ പിന്നെ വേറെ മേഖലയൊക്കെ നോക്കണമെന്ന് നടക്കണില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ക്യാൻസൽ അടിച്ചിട്ട് വേറൊരു ജോലി കിട്ടി. അടുത്തൊരു ജോലി കിട്ടുന്ന പ്രതീക്ഷയുള്ള. അപ്പോൾ പലരും നമ്മളോട് പറയും ഓടണീനെ പോയി പിടിക്കരുത്, നിൽക്കുന്നതായിട്ട് ബുഗുന്നൊക്കെ പറയും. പക്ഷേ നമ്മളത് അത്രയും ഉറപ്പാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ അത് കിട്ടാതെ പോണ്. പിന്നെ ആ കമ്പനി ചെല്ലണം, അവർ 1000 ദിർഹംസ് എന്നിട്ട് എന്നോട് പറഞ്ഞ് വേറെ എന്തെങ്കിലും പണി നോക്ക്. അങ്ങനെ പിന്നെ 1 കൊല്ലം 3 മാസത്തോളം ഞാൻ അലയടിച്ച് നടന്ന് കിട്ടാതായി. അവസാനം ഞാനിപ്പോൾ ഈ ഗവൺമെൻറ്റിൽ വെറുതെ ഒരു CV കൊടുത്ത് അവർ അതിനെ വിളിച്ച് അവിടെ പോയി ഇൻ്റർവ്യൂ ഇട്ട് അങ്ങനെ പിന്നെ ഒരു 2 പരീക്ഷ എഴുതി ഒരു 8 ഫിസിക്കലായിട്ട് അതും ഇട്ട് പിന്നെ അവർ അപ്പോഴും നമ്മളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ 1 മാസം കൊണ്ട് കയറാൻ പറ്റുന്നു. പക്ഷെ കയറാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് വിളിച്ച് അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഗവൺമെൻറ് കയറി. ചിലവർ ചോദിക്കും വിദ്യാഭ്യാസം കുറഞ്ഞാൽ നമുക്കിവിടെ UAE-ലോ മറ്റുള്ള GCC-ലോ നമുക്ക് ഇത് കിട്ടൂലെന്ന്, ഏത് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ നല്ല ജോലി കിട്ടൂല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ നസീബാണ് എല്ലാറ്റിനും. പിന്നെ നമ്മളെ യുക്തിയാണ് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ആളാണ്. ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ ഒരു ഇലക്ട്രിക്കലിൻ്റെ ഒരു സാധനം ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല. പക്ഷെ നാട്ടിലെ പണിക്ക് പോയിട്ട് നമ്മളെ കുടുംബക്കാരൊക്കെ ഒപ്പം പഠിച്ച് 6 വർഷം പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറുന്നത്. പിന്നെ ഇവിടുത്തെ അനുഭവങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിട്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ഗവൺമെൻറ് കയറുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നാലേ ഇവിടെ നല്ല ജോലി കിട്ടുമെന്നില്ല. നമ്മളെ യുക്തിയാണ് എവിടെയെങ്കിലും നമുക്ക് കയറണം, നമുക്ക് ആഗ്രഹം ഉണ്ടോ നമ്മളതിന് പ്രയത്നിക്കണം. ഞാൻ 1 വർഷം പ്രയത്നിച്ച് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നാളെ അവർക്ക് തോന്നുകയാണ് ഇനി ഒരു പുറത്തുള്ളവരും വേണ്ട ഒക്കെ ഇവിടെയുള്ള ആളുകൾ മതി എന്ന് തോന്നിയാൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് വേറെ. ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം 7 വർഷമെങ്കിൽ 7 വർഷം ഗവൺമെൻറ് ജോലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ പോകണം. അതന്നെ. ഇതിനിടയിൽ ഒരു തവണ വന്നിട്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു. അതെന്തായിരുന്നു? അത് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വന്ന് പെട്ടത്. അത് അത്രയും കഷ്ടപ്പാട് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യണ ഓരോരുത്തർക്കും ഞാൻ ഇപ്പോഴും ഈ പുറത്തൊക്കെ ഈ പണിയെടുക്കുന്ന ആളുകളുണ്ട്, ഈ മണ്ണ് പോലെ അവിടെ കണ്ടാൽ അപ്പം ഈ ഗ്രോസറിയിൽ നിന്നൊക്കെ ഡൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസെങ്കിലും വാങ്ങിക്കൊടുക്കും. കാരണം അത് കിട്ടുന്നത് നമുക്ക് അന്ന് സന്തോഷമാണ്. ഞാൻ 2005 ഇവിടെ വന്നിറങ്ങിയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാട് പറഞ്ഞാൽ രാവിലെ
4 മണിക്ക് സൈറ്റിൽ പോയിട്ട് ഈ സൈറ്റിൽ നിന്ന് വൈകുന്നേരം 6 മണിക്ക് പണി കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ റൂമിലെത്തുള്ളൂ. അപ്പോൾ അത്രയും ലോങ് ടൈം നമ്മൾ പണിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര ഒരു പ്രയാസം. വെയിലാണെങ്കിൽ വെയിലത്ത് തന്നെ, ചൂടാണെങ്കിൽ ചൂട്. ഇപ്പോൾ ചൂടുകാലം, ഇപ്പം ചൂടുകാലമാണ്. ഈ ചൂടുകാലത്ത് നമ്മൾ പുളി കൂടുതൽ പാർന്ന് കഴിഞ്ഞാൽ നമുക്ക് കറി കഴിക്കാൻ പറ്റുള്ളൂ. കാരണം 9 മണിക്കും അതുമാതിരി തന്നെ നമുക്ക് ഉച്ചക്കും കഴിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം 2 നേരം കഴിക്കണം എങ്ങനെയും കൈയൊക്കെ തട്ടുകയില്ല. പിന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ ചൂടത്ത് തന്നെ വെക്കണം. അത് തിളച്ച് കേടരും. ഭയങ്കര ഇതാണ്. പിന്നെ ആണെങ്കിൽ ഈ ചില ആളുകളെടുത്ത് പണിയെടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം നമ്മളിപ്പോൾ കുറേ നമ്മൾ ഈ ബെർണോരെയും കുറ്റം പറയും, ഇജ്ജ് നിൽക്കാത്തതുകൊണ്ടാണ്, ഇജ്ജ് പണിയെടുക്കാത്തതുകൊണ്ടാണ് നാട്ടിൽ നിന്നൊക്കെ പറയും. പക്ഷേ ഈ കുറേയൊക്കെ ഇവിടെ ഉള്ള ആളുകളുണ്ടാവും, അവർ നല്ല നമ്മളടങ്ങണം. ഞാൻ 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ 4 മണിക്ക് ഇപ്പോൾ ഡ്യൂട്ടിക്ക് വരുന്ന ആളാണെങ്കിൽ ഈ 9 മണിക്ക് ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ നടക്കണ കേസല്ല. അപ്പം നമ്മളടുത്ത് ഫുഡ് ഉണ്ടെങ്കിൽ 8 മണിക്ക് കഴിച്ചാൽ അവർ ചീത്തറിയും. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ടും ബാത്റൂമിലൊക്കെ പോയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. കാരണം വിശപ്പ് പറഞ്ഞാൽ അതാണല്ലോ ഭയങ്കര കഷ്ടപ്പാട്. അതും സൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ട് മുഖം കഴുകുള്ളൂ, പല്ലും തേക്കും ഇവിടുന്ന് കണ്ട് കഴുകും, കണ്ണ് കഴുകൂല. കാരണം ആ വണ്ടിയിലുള്ള യാത്രയും കൂടി ഉറങ്ങാൻ പറ്റുന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അത്രയും കഷ്ടപ്പാടിൽ വേണ്ടതാണ്. പിന്നെ ഇനി UAEക്ക് ഇല്ല, എയർപോർട്ടിൽ ഇനി ഒരാളെ കൊടുന്നാക്കാൻ വരൂല എന്ന് വിചാരിച്ച് പോയാണ്. പിന്നെ 2 വർഷം കൊണ്ട് നമുക്ക് തോന്നിയത് നടക്കൂല, ഇവിടെ തന്നെ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ട് പിന്നെ എൻ്റെ ഒപ്പം ഒരു അയൽവാസിൻ്റെ ഗഫൂർ കയറി. അവൻ്റെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഗഫൂറും ഞാനും അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കയറി വന്ന് അങ്ങനെ പിന്നെ അവർ 3 കൊല്ലം കൊണ്ട് പോയി, ഞാൻ ഇവിടെ എങ്ങനെയാണ്ട് പിടിച്ചു. ഈ നമ്മൾ ഈ പ്രവാസികളെ അനലൈസ് ചെയ്യുമ്പോഴേ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അതായത് വൺസ് ഇതിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ, ഈ ലൂപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയാലും ആളുകൾക്ക് സെറ്റ് ആവാത്ത എന്തോ ഒരു കാരണമുണ്ട്. അതെന്തായിരിക്കും? അത് ഒന്നാമത് എന്താ വെച്ചാൽ നാട്ടിലിറങ്ങാൽ ഇപ്പോൾ 14 അങ്ങനെ ഓരോ കല്യാണം ഓരോ പരിപാടിക്കും നമ്മൾ പോവൽ നിർബന്ധമാണ്. പൈസ കൊടുത്തിട്ട് പെരക്കാരോട് പോയി എന്ന് പറഞ്ഞാലും നിങ്ങളും വേണമെന്ന് പറയല്, അല്ലെങ്കിൽ നമ്മൾ പോവൽ നിർബന്ധമാണ്. ഇവിടെ ആകുമ്പോൾ ആ ഒരു നിർബന്ധമില്ല. ഒക്കെ ഒരു ഫോൺ കോളിലൂടെ ഒക്കെ അവസാനിക്കും. ഇനിയിപ്പോൾ ഒരു 5000 ഒരു 10000 അയച്ചു കൊടുത്താൽ അവിടെ അത് തീരും ചെയ്യും. നമുക്ക് ഇവിടെ ആ ഒരു ഇതാണ് ഒന്നാമത് അവിടുത്തെ പ്രശ്നങ്ങൾ ഈസി ആയിട്ട് നടക്കും ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുമ്പോൾ. അതാണ് പ്രധാനമായിട്ടും ആളുകൾ വീണ്ടും ഇവിടെ വരുന്നതും കാരണം എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ സാന്നിധ്യം അവിടെ സാന്നിധ്യം ഇല്ലെങ്കിലും അവിടെ പരിപാടി നടക്കും. നേരെ മറിച്ച് ക്യാഷ് ഇല്ലെങ്കിൽ അവിടെ പരിപാടി നടക്കൂല. അങ്ങനെ ഒരു ഇതുണ്ട്, ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മൾ പിന്നെ തിരിച്ചു വരുന്നു. പിന്നെ ഇനി ആ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, ഇനി തിരിച്ചു പോക്കുണ്ടോ? നാട്ടിക്കോ? നാട്ടിക്ക് പോണ്ടി വന്നാ പോക്ക് തന്നെയാണ്. അല്ല അങ്ങനെയല്ല, സ്വമേധയാ നിർത്തിപ്പോലുണ്ടോ? ഇപ്പത്തെ പണ്ടത്തെ കാലത്തൊക്കെ പൈസ ആയിട്ട് പോവുകയാണ്. ഇപ്പത്തെ കാലത്ത് ഇനി പൈസ ആയിട്ട് പോക്ക് കിടക്കൂല. അത് ഇനി നിഘണ്ടൂലില്ല പൈസ ആയിട്ട് പോക്ക്. ഇനി ഇങ്ങനെ ഇവര് ഒഴിവാക്കുമ്പോഴാണ് പോവുക. അതന്നെ എന്താണ്, ഇനി ഒന്നുമില്ല രക്ഷയില്ല എന്നുണ്ടെങ്കിൽ പോവുക. അതല്ലെങ്കിൽ എന്താ പിന്നെ ആണെങ്കിലോ ഇപ്പോൾ എന്തിനും പൈസ ഇറക്കി കളിക്കാൻ പേടിയാണ് ആർക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഉള്ളതായിട്ട് പോവുക വേഗം, അതന്നെ അടുത്ത ചിന്ത. അപ്പം ഹമീദ് കുട്ടൂർ എന്നൊരു പ്രവാസി പിന്നീട് വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതായത് ഇപ്പോൾ മലയാളികൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അറബികളും അത്യാവശ്യം അറിയപ്പെടുന്ന, ഈ ചുറ്റുഭാഗത്തൊക്കെ കുറെ ആൾക്കാർ അറിയുന്ന ഒരു ഫിഗർ ആയിട്ട് അല്ലെങ്കിൽ ഫേസ് ആയിട്ട് ഇപ്പോൾ ഹമീദ് കുട്ടൂർ എന്നുള്ള ID മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്കുള്ള ഒരു യാത്ര? അതിലേക്കുള്ള യാത്ര പറഞ്ഞാല് നമ്മളിപ്പോൾ അതൊന്ന് കണക്കാക്കിയിട്ടില്ല. ഞാൻ ഈ ഇലക്ട്രിക്കലിൻ്റെ ടിപ്സും അങ്ങനെയുള്ള പല ടിപ്സുകളാണ് ഞാൻ ഇത് ഇട്ടിരുന്നത്. പിന്നീട് ഇതിൽ കൂടെയൊക്കെ നടന്നു വരുമ്പോൾ എപ്പോഴും സാധനങ്ങളൊക്കെ നമ്മളെ മുന്നിൽ കാണും. ഈ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതില്ലാത്ത എത്ര പോലെ ആളുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം വെറുതെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വെറുതെ ഈ ടിപ്പിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്താൽ അപ്പോൾ ഒരുപാട് ആളുകൾ വേണമെന്നുള്ളതാണ് അതിൽ കാണുന്നത്, കമൻറ്റ് ബോക്സിലും എൻ്റെ PMലൊക്കെ. അപ്പോൾ അവിടുന്ന് പിന്നെ കാണുന്നതൊക്കെ ഇങ്ങനെ കൊടുക്കൽ തുടങ്ങി. പിന്നീട് അങ്ങനെ കൊടുത്ത് അപ്പോൾ ഒരുപാട് ആൾക്കാർ സഹായം ചോദിക്കൽ തുടങ്ങി. അപ്പോൾ സഹായം ചോദിക്കൽ തുടങ്ങിയപ്പോൾ നമ്മളെ മനസ്സിലും നമുക്കൊക്കെ പണ്ട് എൻ്റെ നമുക്കൊക്കെ സഹായിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മൈൻഡിലുണ്ട് നാട്ടിലൊക്കെ. അപ്പോൾ ഓരമാതിരി നമുക്ക് പറ്റൂലെങ്കിലും എന്തുകൊണ്ട് നമുക്ക് വയ്ക്കണമായി സഹായിച്ചുകൂടാന്നുള്ള ഒരു തോട്ട് എനിക്ക് അപ്പോൾ അത് മൈൻഡിൽ ഓൾറെഡി വലുതായാലും നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നുള്ള മനസ്സിൽ നമുക്ക് നല്ലോണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ, കാരണം നമ്മൾ അന്നാന്ന് കിട്ടിയിട്ട് കഴിയുന്ന ആളുകളായതുകൊണ്ട്. അപ്പോൾ
സഹായിക്കണം എന്നുള്ള ചിന്ത അലട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആദ്യം ഈ സഹായം തുടങ്ങി, ഈ ഫർണിച്ചർ ആയിട്ടും സാധനങ്ങളും ടോയ്സ് ആയിട്ട് കൊടുക്കൽ വാങ്ങുന്നത്. അതെങ്ങനെ കണ്ടന്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാ? അത് എങ്ങനെയാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ അതല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അത് അങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. അത് ഈ ഇലക്ട്രിക്കലിന്റെ വീഡിയോസ് ഇടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വെറുതെ ഇത് വേണോന്ന് ചോദിച്ച്, അപ്പോൾ ഒരുപാട് ആളുകൾ വേണമെന്നറിഞ്ഞ്, അപ്പോൾ പിന്നെ എന്ത് കിട്ടിയാലും ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാരുണ്ടാവുന്ന മൈൻഡിൽ പിന്നെ ഓൾറെഡി സെറ്റായി. അപ്പം നിരന്തരം ഇടൽ തുടങ്ങി, നിരന്തരം ആളുകൾ വരൽ തുടങ്ങി. അതിപ്പോൾ പോയി ഏകദേശം ഒരു 2 വർഷത്തിന് മേലായി. ഇപ്പോൾ അറബികളൊക്കെ കണ്ടു തുടങ്ങി, അവരിവിടെ വീട്ടിൽ കൊടുന്നു തരൽ തുടങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടേണ്ട ആവശ്യമില്ല, അത്രയും ബെൻഡിങ് ഉണ്ട് ആളുകൾ, ഇങ്ങനെ ചോദിച്ചിട്ട് വെച്ചവരുണ്ട്. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇട്ടിട്ട് കബളിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഇടാം, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ചോദിച്ച് വെച്ചവർക്കൊക്കെ ആദ്യം ഇങ്ങനെ കൊടുക്കുക. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും, പിന്നീട് അവർ മെസ്സേജ് അയക്കില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ മെസ്സേജുകൾ നോക്കൽ, കാരണം എല്ലാം കൺട്രോൾ ചെയ്യാൻ വയ്യ. കാരണം ഫേസ്ബുക്കിൽ മെസ്സേജ് ലക്ഷക്കണക്കിന് മെസ്സേജ് ഉണ്ട്. ഇവർക്ക് നമുക്ക് പണി ഒരാളെ വെച്ചാലും കൂടി തീരില്ല, അത്രയ്ക്ക് മെസ്സേജ് ഉണ്ട്. അതിപ്പോൾ ഒരു സാധാരണ ഒരു വീഡിയോ ഇടുന്ന ഒരാളായാലും പോലും വേണ്ട, വീഡിയോ ഇടാത്ത ഒരു സാധാരണക്കാരനായാലും പോലും അവൻ്റെ PM അവൻ പോയി നോക്കിയാൽ ഞങ്ങളെ സഹായിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് കാണാൻ പറ്റും അവർക്ക്. അപ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്യൂട്ടിൻ്റെ ഇടക്കും, നമുക്ക് ഈ 10 മണിക്കൂർ ഡ്യൂട്ടിൻ്റെ ഇടക്കും, പിന്നെ നമ്മൾ ഈ ഇവിടുത്തെ ഈ പല പരിപാടിൻ്റെ ഇടക്കും നമുക്ക് എന്ത് പറ്റൂല, ഇത് രണ്ടും കൂടി നോക്കൽ നടക്കൂല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒന്നിൽ മാത്രം പാറ്റേൺ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ PM അതിൽ തന്നെ കുറേ മറുപടി കൊടുക്കാൻ കഴിയൂല. കാരണം വെച്ചാൽ ലോണിന് അപേക്ഷിച്ചിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് വലിയ സംഗതികളാണ്. നമ്മൾ ഒറ്റയ്ക്കൊരു നടത്തുന്ന സംഗതി ഒരാൾക്ക് ഇത്രയും വലിയ സംഗതികളൊന്നും ഏറ്റെടുക്കാൻ കഴിയൂല. ഈ ചെറുകിട സംഭവങ്ങളൊക്കെ ഈ വലിയതൊക്കെ ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ചെറിയ പ്രശ്നങ്ങൾ തീർക്കാനാണ് ആളുകൾ കുറവാണ്. അപ്പം നമ്മളെ കൊണ്ട് തന്നെ അണ്ണാൻ കുഞ്ഞ് തന്നാലായത് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇത് ഈ പാറ്റേണിക്ക് മാറി. അതിൽ പറ്റിക്കണവരും ഉണ്ട്, പറ്റിക്കാത്തവരും ഉണ്ട്. അപ്പം നമുക്ക് ഒരാളെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മംഗ്ലീഷ് വായിക്കാനും വല്ലാതെ വശമില്ല. അപ്പം ഞാൻ ആരിഞ്ഞിപ്പോൾ അയച്ചാലും ചിലപ്പോൾ അവരോട് പറച്ചില്ലെന്ന് വെച്ചില്ലെങ്കിൽ വോയിസ് ആയിട്ട് വിട്ടോളി. കാരണം വോയിസ് ആയിട്ട് വിട്ടാൽ നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ രണ്ട് ഉപകാരമാണ്. പറ്റിക്കണവരുണ്ടാവും, അപ്പുറത്ത് നിൽക്കണവൻ ഒറിജിനലാണോ പെണ്ണാണോ ആണാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇതിൽ പറ്റിക്കണവനാണോ എന്ന് അറിയില്ല. അപ്പോൾ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവശ്യക്കാരനാണെങ്കിൽ എന്തായാലും വോയിസ് അയക്കോളും. അപ്പോൾ ഈ വോയിസ് അയക്കുമ്പോൾ നമുക്ക് തന്നെ അവർ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അത് അത്യാവശ്യമാണ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ മെമ്പർ നമ്പറും അങ്ങനെ ആളുകളോടുള്ള അന്വേഷണങ്ങളും നടത്തും. ചിലവരുടെ അഡ്രസ്സ് ചോദിച്ചാൽ അവരുടെ അഡ്രസ്സ് തന്നെ ഉണ്ടാവില്ല, അപ്പം തന്നെ അറിയാം. പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ഇതൊരു കടലാവുമ്പോൾ ഇതൊരു കടലാണല്ലോ, ഈ എന്താ ഈ സോഷ്യൽ മീഡിയ ഒരു കടലായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ നീന്തി കയറുന്നവനും ഉണ്ടാവും, ഇറങ്ങണവനുണ്ടാവും, മുങ്ങി താവണവനുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വെക്കുന്നത് സൈഡിൽ കൂടി ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ പോവുക. ഇതിലിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇപ്പം പല ആളുകളും ഒഴിവാക്കുന്ന സാധനങ്ങൾ നമ്മൾക്ക് അതാത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു തുടങ്ങി, അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അത് ആവശ്യങ്ങൾ പിന്നെ വലുതായി വരുന്നു, ആളുകളുടെ ആവശ്യങ്ങൾ കൂടി വരുന്നു. ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും, സ്വാഭാവികമാണ്. അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? ഇപ്പം നമ്മളെടുത്ത് ഒരാൾ ആവശ്യം വരുന്നു, നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പെങ്കിൽ ഞാൻ ആ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ വാല്യൂ അനുസരിച്ചാണ്. ആ പ്രശ്നം വലുതാണ്, അവർക്ക് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലയത്തിലുള്ളവരോട് ചോദിച്ചു നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഞാൻ അധികം ചെയ്യലും പരസ്യമൊക്കെ ഇടയ്ക്ക് ചെയ്യാൻ പോകും. ഈ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഇങ്ങനെ പകുതി നമ്മൾ മാറ്റിയേക്കും, പകുതി എടുക്കും. അപ്പോൾ ഈ പകുതി മാറ്റിയേക്കണേന് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. ചിലപ്പോഴെങ്കിലും എന്ത് ചെയ്യും, അടുത്തൊരു പരസ്യം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ പൈസ കൊണ്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്യും. പക്ഷെ അടുത്ത പ്രാവശ്യം പരസ്യം ചെയ്യുമ്പോഴത്തേന് ഇവിടെ 4 എണ്ണം വേറെ സ്റ്റോക്ക് വന്നിട്ട് വെൻഡിങ് ആയി എടുക്കുന്നുണ്ടോ. അങ്ങനെയൊക്കെ പിന്നെ എങ്ങനെയാണ്ട് പോകും ഒരു പോക്ക്. ഈ പരസ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ പേജ് ത്രൂ നിങ്ങൾ ചെയ്യുന്ന വർക്കല്ലേ, അതായത് നിങ്ങളുടെ വരുമാനമാണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതെ അല്ലാതെ നമ്മളിപ്പോ മോണിറ്ററേഷൻ ഓണാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഫേസ്ബുക്കിലായാലും അതിൽ നിന്നൊന്നും ഒരു വരുമാനം നമുക്ക് ഇതുവരെ വന്നിട്ടുമില്ല. ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല, എനിക്ക് നെക്കാൻ അറിയില്ല. നെക്കിയിട്ട് ഞാൻ കൊളായിട്ട് ഇനി നാളെ വീഡിയോ ഇടാതെ മുഷ്കിലാവെന്ന് വിചാരിച്ചിട്ട് അത് തൊട്ടിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കണം.
അതൊന്നും നോക്കിയിട്ട് യൂട്യൂബിലും യൂട്യൂബ് എനിക്കില്ല ഇല്ല യൂട്യൂബിലൊന്നും വീഡിയോ ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചോദിക്കുന്ന വെച്ചാല് നമ്മള് ഇപ്പൊ പരസ്യം എന്ന് പറയുന്നത് അത് നിങ്ങളെ പേജ് ത്രൂ ആരെങ്കിലും കടക്കാര് പ്രൊമോഷന് പോകുമ്പോൾ കിട്ടുന്ന നിങ്ങളുടെ തന്നെ വരുമാനമാണ്. അത് നമ്മള് ആദ്യം നിശ്ചയിച്ച് വെച്ചാണ് പകുതി എനിക്കും പകുതി അവർക്കും, നമ്മളെ ആരെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്നുള്ള ലെവലിൽ ആ പകുതി നമ്മൾ എന്ത് ചെയ്യും, അത് പകുതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ മുക്കാലാവും. എന്നിട്ട് പലപ്പോഴും ഇന്നെ അറിയുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു 1000 ചോദിച്ചോണ്ട് ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല നമുക്ക്, അല്ലെങ്കിൽ 2000 ചോദിച്ചോണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല. ഒരു മിനിമം ഒരു 10,000 കൊടുക്കുന്ന ആളുടെ നമുക്ക് ഇങ്ങനെ കൊടുത്തു എന്നിട്ടെങ്കിലും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചെറുതൊന്നും നമ്മൾ എന്ത് ചെയ്യൂല, നമ്മള് വീഡിയോ ഇടാൻ നിൽക്കൂല. അത് നമ്മളെ പേഴ്സണൽ അല്ല, അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ഈ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇത് കുടുംബം കൂടി ഉള്ളതാണല്ലോ. അപ്പൊ കുടുംബം ഇതിനൊരു അനുകൂലമായിട്ടുള്ള നിലപാടാണ്. ആദ്യമൊക്കെ വലിയ ഇതായിരുന്നു, പിന്നെ ആളുകളെ ഇത് അവരും കേൾക്കണം കാണണം കണ്ടപ്പോൾ അവരും പിന്നെ ഇതിക്ക് ഓട്ടോമാറ്റിക് ഇപ്പൊ ഇവരൊക്കെ ആയാലും ഇവരും ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും കളിക്കാൻ ഇവർ കൊടുന്നു കൊടുത്താൽ ഇവരെന്നെ പറയും ഇത് നമുക്ക് ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഇവരെന്നെ നമ്മളോട് ചോദിക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ വരലുന്നത്. അധികം ആളുകളും പറയും എന്ത് ഇന്റെ മാതിരി എന്റെ കുട്ടി ആവരുതെന്ന് പറയും. പക്ഷെ ഞാൻ നന്നാവണം എന്നാണ് ഉദ്ദേശിക്കല്. പക്ഷെ കുട്ടി വേറെയാണ് തിങ്ക് ചെയ്യാനുണ്ടാവും, കുട്ടീൻ്റെ മൈൻഡ് പ്രകാരം. കാരണം കുട്ടീൻ്റെ പ്രായം 10 ആണെങ്കിൽ നമ്മളെ പ്രായം 40 ആണ്. 40ന്റെ ബുദ്ധി പ്രകാരമാണ് നമ്മൾ ചിന്തിക്കുക. കുട്ടി 10ന്റെ പ്രകാരം വെച്ചിട്ടാണ് കുട്ടി ചിന്തിക്കുള്ളൂ. അപ്പൊ കുട്ടി അതാവില്ല ചിന്തിക്കുക, നമ്മൾ ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും നിങ്ങൾ നമ്മളെ മാതിരി കണ്ടോളി, അല്ലെങ്കിൽ നമ്മളെ മാതിരി ആയിക്കോളി എന്ന് പറയാം. ഇന്നാ വല്ലാതെ കേടില്ലാതെ കുട്ടികളെ കിട്ടുമല്ലോ എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ. ഈ ഉപ്പച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്താ തോന്നണേ? ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ഇതേമാതിരി കാണുമ്പോൾ ഞങ്ങൾ എടുത്തിരുന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ ഉപ്പച്ചിയോട് കൊടുക്കാനൊക്കെ പറയുന്നത്. ആണോ? ഭയങ്കര സന്തോഷമാണ്, ഓരോ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ശരി. ഈ ഉപ്പച്ചി ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ കഷ്ടപ്പെട്ട് കുറേ കാലം ഈ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വന്നു. ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്കലുണ്ടോ? ആണ്ടോ? എന്താ ചോദിക്കല്? സന്തോഷമാണ്. ഈ മോള് എനിക്ക് തോന്നുന്നു വീഡിയോയിലൊക്കെ എല്ലാരും ഇടയ്ക്കിടയ്ക്ക് നിലവിളിക്കലുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇമോഷണലി ഇപ്പച്ചി എന്ന് പറഞ്ഞാല് ഭയങ്കര ഇതാണ്, കണക്ഷനാണ്. പറയേ ക്യാമറയിലൊക്കെ പറഞ്ഞോ, പറയണോ ഉപ്പച്ചി നമ്മളിത് കരുത്തിപ്പക്കളാണ്. ആരാ മോളുടെ ഹീറോ? ആരാ ലൈഫില്? ഉപ്പച്ചിയാണോ? പറഞ്ഞോളാ, ഇപ്പച്ചിയാണ് എന്റെ ഹീറോസ് എന്ന് പറയും. അറിയില്ല ഹാപ്പിയാണ് അവള് എന്റെ പേര് ഇപ്പാന്ന് പറഞ്ഞാൽ തന്നെ ഓള് കാര്യം. അതാ വലിയ പ്രശ്നം. അല്ല അത് പ്രശ്നമില്ല. ഇത് മിസ്റ്റർ ഇവാൻ. ഇവനെ നമ്മളിങ്ങനെ സ്റ്റാൻഡാക്കി കൊണ്ടുവരാണ് ട്രാക്കിൽ അല്ലേ? ഇവനെ അതന്നെ ഫുൾ സെറ്റ് ആണ് തന്നെ. അതാണ് ഇവള് ഭയങ്കര ഇതാണ്, എന്താ പറയാ, ഫുൾ സൂപ്പറാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും. നല്ല അടിപൊളിയാണ് അല്ലേ? മോളെത്രയല്ലേ പഠിക്കണേ? അജിത്രേ പഠിക്കണേ? 2 ഏത് സ്കൂളിലാ? എന്താണ് ഓൺലൈൻ സ്കൂൾ പ്രിഫർ ചെയ്യാൻ കാരണം? ഞാൻ ഫൈനാൻഷ്യൽ ഫാക്ടർ ഉള്ളതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്പെസിഫിക്? ഒന്നാമത് ഞാൻ ഇവിടെ ഒരു സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അവര് കൂടുതലായിട്ടും ബസ് ഇങ്ങോട്ട് വരൂല, ഭയങ്കര പ്രശ്നം. അവർക്ക് എക്സ്ട്രാ അതിന് ഡ്രൈവർക്ക് അറിയാതെ എന്തെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല. കാരണം ഞാൻ അതായത് ഒരു ട്രാക്കിലൂടെ പോണ ആളാണ്. അപ്പോൾ അത് നമുക്ക് നടക്കൂല. പിന്നെ സ്കൂളിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഒരുപാട് വട്ടം പറഞ്ഞു, അപ്പോഴും അവര് ഇതാവൂല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ടായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഞാൻ വേറെ നാട്ടിലേക്ക് പറഞ്ഞേക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നു. പിന്നെയാണ് നമ്മളെ അയൽവാസിൻ്റെ നമ്മളെ ചങ്കുണ്ട് ഇർഷാദ് അറിയാം. അപ്പോൾ അവൻ്റെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഞാൻ വേറെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുപോയിട്ടും കൊണ്ടുവന്നിട്ടും അങ്ങനെ ഇങ്ങനെ ഞാൻ കൊണ്ടാക്കും. ഞാൻ എന്താക്കി മാറ്റാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഓൺലൈനിലേക്ക് മാറ്റി. അപ്പോൾ ഓൺലൈനെ പറ്റി നോക്കിയപ്പോൾ സ്പോർട്സ് വരെ നടക്കണം ഓൺലൈനിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണല്ലോ. അപ്പോൾ ഞാൻ നോക്കി, അടിപൊളിയാണെന്ന് തോന്നി. ഞാൻ അതിൽ ഇപ്പോൾ ഇവള് 4 വർഷമായി, ഇവള് 2 വർഷമായി. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു അടിപൊളിയാണ്. ഇവരെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പാട്ടായാലും ഇംഗ്ലീഷ് ആയാലും ഇതൊക്കെ ഇതിന്ന് എത്തിയതാണ്. ഞാനൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല, കാരണം എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല.
പിന്നെ ഇപ്പോൾ വൈഫാണ് എന്തെങ്കിലും ഒക്കെ നോക്കല് ഓൺലൈന്. ആദ്യമൊക്കെ ഇവരപ്പോൾ ഇരിക്കേണ്ടിന്ന്, ഇപ്പോൾ അതും വേണ്ട, ഇവരെന്നെ ഇരിക്കും, ഇവരെന്നെ ഒക്കെ ഇവരെന്നെ. സംഭവം നല്ല ഓക്കെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളൊരു കെയറിങ് ഉണ്ടാവണം എപ്പോഴും. കാരണം നമ്മൾ ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് വെച്ചാൽ മറ്റേതൊക്കെ ആകുമ്പോൾ അവർക്ക് ഈസിയാണ്, മറ്റുള്ള മേഖലയ്ക്ക് കയറി പോകാൻ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ കുട്ടികളെ ആയിക്കോളണമെന്നൊന്നുമില്ല. പലരും പല ഐറ്റംസിലാണ് ഉണ്ടാവുക. അപ്പോൾ അവരാരും ഒന്ന് പേരൻസ് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം ഒരു 8000 ദിർഹംസോളം വേണം സ്കൂൾ പഠിപ്പിക്കാൻ. ഇതാവുമ്പോൾ റേഷൻ പീടിയിലെ പൈസ മതി എന്ന് പറഞ്ഞ മാതിരി ഒരു 50,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഒരു കൊല്ലം ആ ഒരു കാറ്റഗറിയിലാണ് പോവുക. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ദുബായിൽ നിൽക്കലുമായി പഠിത്തത്തിന് പഠിത്തമായി. എന്നാൽ മോശവും പാടില്ല, കാരണം ഓൺലൈനാണ് ഇത് മോശമാണ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം ഇപ്പോൾ നമുക്ക് സാലറി വരുന്നത് ഇപ്പോൾ ഇവിടെ കൊറോണ വന്നപ്പോൾ സ്കൂൾ വരെ ഓൺലൈനിലേക്ക് മാറി. ഇപ്പോഴും ഫ്രൈഡേ ഓൺലൈൻ ആക്കി കൊണ്ടുപോകുന്ന സ്കൂളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ കമ്മ്യൂണിക്കേഷനാണ് അധികം ആൾക്കാർക്കും പ്രശ്നം വരുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വന്നപ്പോ കണ്ടില്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ഇങ്ങോട്ട് ഇറക്കി വിട്ടാ അതന്നെ അങ്ങോട്ട് അവരാണ്ട് ശീലമായിക്കോളും. ഇവിടെ ലേഡീസ് കുട്ടികളടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നനക്കലും ഇതാക്കലും അവരായിട്ട് കമ്പനി ആവലും